24-ന്റെ രാഷ്ട്രീയ സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ്, ആലുക്കാസ് ഗ്രൗണ്ടിലാണ് പരിപാടി. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ പ്രോഗ്രാം. ഈ പരിപാടി തത്സമയം 24 സംപ്രേഷണം ചെയ്യും 1 മണിക്കൂർ ദൈർഘ്യത്തിൽ. വേണു ബാലകൃഷ്ണനാണ് അവതാരകൻ. വേണു ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വേണു ബാലകൃഷ്ണൻ. എങ്ങനെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്? അതിൻ്റെ കോർഡിനേഷനൊക്കെ കഴിഞ്ഞോ? പരിപാടിയുടെ രീതി എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മൾ ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിലാണ് ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന പരിപാടിയുമായി എത്തുന്നത്. എസ് കെ എൻ അറിയുന്നത് പോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. കോൺഗ്രസിൽ നിന്ന് KC വേണുഗോപാൽ തന്നെ രംഗത്തിറങ്ങുന്നു. അതുപോലെ തന്നെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ CPM-ന്റെ AM ആരിഫാണ് സ്ഥാനാർത്ഥി. BJP-യുടെ ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ അവരുടെ പടക്കുതിര എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ വിശേഷണമർഹിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ് BJP-യുടെ NDAയുടെയും സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഈ താരപരിവേഷമുള്ളൊരു മണ്ഡലമായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം മാറിയിരിക്കുന്നു. ശക്തമായ ത്രികോണ പോരാട്ടത്തിൻ്റെ വേദിയായി ആലപ്പുഴ മാറിയിരിക്കുകയുമാണ്. ഇവിടെ ഏറ്റവും പ്രധാനം ഈ UDF സ്ഥാനാർത്ഥിയുടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നത് സംബന്ധിച്ചൊരു സസ്പെൻസ് ആയിരുന്നു. അപ്രതീക്ഷിതമായാണ്, ഒരല്പം വൈകിയാണെങ്കിലും KC വേണുഗോപാലിൻ്റെ വരവ് അത് LDF കേന്ദ്രങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. കാരണം നമുക്കറിയുന്നത് പോലെ 96-ൽ ആദ്യം ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തുന്നത് മുതൽ ആലപ്പുഴയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നേതാവാണ് KC വേണുഗോപാൽ, കണ്ണൂർ സ്വദേശിയാണെങ്കിൽ പോലും. മാത്രവുമല്ല, അദ്ദേഹം ടൂറിസം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴയിൽ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചെയ്ത ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ പോരാട്ടം, ഷാനിമോൾ ഉസ്മാൻ AM ആരിഫ് പോരാട്ടം പോലെയല്ല ഇത്തവണ എന്നത് LDF കേന്ദ്രങ്ങളും കണക്കൂട്ടുന്നു. ശക്തനായ പോരാളിയായി KC വേണുഗോപാൽ രംഗത്തിറങ്ങിയതോടെ അതുകൊണ്ടാണ് മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത രൂപത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾക്ക് LDF രൂപം നൽകിയത്. അത് വേണുഗോപാലിനെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിൽ ഈ രാജ്യസഭാ സീറ്റിൽ അദ്ദേഹം നിൽക്കുമ്പോൾ 2 വർഷം കൂടി അതിൻ്റെ കാലാവധി ഉള്ളപ്പോൾ എന്തിനു മത്സരിക്കുന്നു, അത് BJP-യെ സഹായിക്കാനല്ലേ എന്ന ശക്തമായ വാദമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അത് എത്രമാത്രം വോട്ടർമാരിൽ പ്രതിഫലനം ഉണ്ടാക്കുമെന്നത് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയം ഏറ്റവും ശക്തമായി ഒരു രാഷ്ട്രീയ ആയുധമായി CPM ഉന്നയിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാര്യങ്ങൾ പിണറായിയും MV ഗോവിന്ദനും ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ആരിഫിലേക്ക് വരികയാണെങ്കിൽ, ആരിഫ് ശക്തനായ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിക്കുമ്പോഴും ഒരു തുരുത്തുപോലെ LDF-ന് വേണ്ടി നിന്ന മണ്ഡലമാണ് ആലപ്പുഴ. എന്ന് മാത്രവുമല്ല, ഒരു പ്രതിലോമ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന ശബരിമല വിധിയാണ്. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുകൂടിയുള്ള സ്ഥാനാർത്ഥിയാണ് ആരിഫ്. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ ആരിഫിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അതൊരു തരിക്കനലല്ല, അത് ഇത്തവണ ആളിപ്പടരാൻ പോകുന്ന LDF-ന്റെ തിരിച്ചുവരവിൻ്റെ പ്രതീകം എന്ന രൂപത്തിൽ കൂടിയാണ് ആരിഫിനെ മണ്ഡലത്തിൽ LDF അവതരിപ്പിക്കുന്നത്. കൂടാതെ LDF-നെ സംബന്ധിച്ച് ഇത്തവണ SDPI ഫാക്ടർ എങ്ങനെ പ്രവർത്തിക്കും എന്നതും പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. SK അറിയുന്നത് പോലെ കഴിഞ്ഞ തവണ SDP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഷാൻ പിന്നീട് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവിടെ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വിധിയുമായി ബന്ധപ്പെട്ട് നമ്മെ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന വിധിയാണ് വന്നത്. എന്നാൽ ഷാൻ്റെ കാര്യത്തിൽ അതുപോലെ കോടതി നടപടികൾ അതിദുരിതം മുന്നോട്ട് പോകുന്നില്ല എന്ന വിമർശനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ SDPI UDF-ന് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഈ ഷാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആലപ്പുഴയിൽ ആ വികാരം എങ്ങനെ പ്രതിഫലിക്കുമെന്നതറിയില്ല. മൂന്നാമതായി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. അങ്ങേക്ക് അറിയുന്നത് പോലെ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്, 9 തവണയാണ് അവർ മത്സരിച്ചിട്ടുള്ളത്. എല്ലാ ഘട്ടങ്ങളിലും ഏത് മണ്ഡലത്തിലെത്തിയാലും അവിടെ BJP-യുടെ വോട്ട് ഇരട്ടിപ്പിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ അത്രമാത്രം ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ എന്നറിയില്ല. കാരണം 35,000-നും 40,000-നും ഒക്കെ ഇടയിൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമായ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ 1,87,000-ലധികം വോട്ട് പിടിക്കുകയുണ്ടായി. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അതുകൊണ്ട് അതിനെയും കടക്കുന്നൊരു പ്രകടനം കാഴ്ചവെക്കാൻ ശോഭയ്ക്ക് കഴിയുമോ എന്നറിയില്ല. ഇന്നലത്തെ നമ്മുടെ പ്രീ പോൾ സർവേയിലും പറയുന്നത് 18% വോട്ട് ശോഭ നേടുമെന്നാണ്. കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ 17% വോട്ടാണ് നേടിയത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന വെല്ലുവിളി ശോഭയ്ക്ക് മുന്നിലുമുണ്ട്. എന്തായാലും 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ശക്തമായ ത്രികോണ മത്സരത്തിന്റെ മണ്ഡലമാണ് ആലപ്പുഴ. ഓക്കെ, താങ്ക് യു. വേണു ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആലുക്കാസ് ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുക. സംവാദം ഇവിടെ രാഷ്ട്രീയം പറയാം വേണു ബാലകൃഷ്ണൻ അവതരിപ്പിക്കും.